ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര പാലക്കാട് നിന്നും ആഗ്ര വഴി ഡൽഹിയിലേക്കാണ്. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര. ഇത് നമ്മുടെ ചങ്ക് മർസുഖ് ഭായി ആണ്. പാലക്കാട് നിന്നും ആഗ്ര വരെ 38 മണിക്കൂർ നീണ്ട യാത്രയുണ്ട്. ട്രെയിൻ ഇപ്പോൾ കുണ്ടൂർ ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇത്. കടുക് പാടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ കൂടുതലും കടുക് കൃഷിയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുക് കൃഷി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണെങ്കിലും ഹരിയാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും കടുക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2 രാത്രിയും 1 പകലുമാണ് ഈ ട്രെയിനിൽ ഞങ്ങൾ ചെലവഴിച്ചത്. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ആയതിനാൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബോഗിയിൽ. ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് പാലക്കാട് നിന്നും ആഗ്ര വരെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റിന് ഒരാൾക്ക് 960 രൂപയാണ്. ഈ യാത്രക്ക് വെറും 8 ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തത്. കൺഫർമേഷൻ സാധ്യത വളരെ കുറവായതിനാൽ വലിയ പ്ലാനിംഗ് ഒന്നും ഈ യാത്രയിൽ ഞങ്ങൾ ചെയ്തിരുന്നില്ല. 12 മണി ആയപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡ് ഞങ്ങൾക്ക് കിട്ടി. പുറത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ട്രെയിനിൽ സമയം ചിലവഴിച്ചു. ട്രെയിൻ ഇപ്പോൾ ആഗ്രകണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും താജ്മഹലിലേക്ക് 6 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ധാരാളം ഷെയർ ടാക്സി സർവീസുകളുണ്ട് താജ്മഹലിലേക്ക്. 3 പേർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് ആഗ്രകണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താജ്മഹലിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ലെതർ മാർക്കറ്റാണ്. ഇതുപോലുള്ള ലെതർ പ്രൊഡക്റ്റുകൾ നാട്ടിൽ നിന്ന് വാങ്ങാൻ 600-700 രൂപയോളം ഏറെ നൽകേണ്ടി വരും. മാർബിൾ കൊണ്ടുണ്ടാക്കിയ താജ്മഹൽ മിനിയേച്ചറുകളും മറ്റു പ്രൊഡക്റ്റുകളും ഈ ലെതർ മാർക്കറ്റിൽ നിന്നും വാങ്ങാം. ഇത് താജ്മഹലിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള എൻട്രൻസ് പോയിൻ്റാണ്. ഇവിടെ നിന്നും താജ്മഹലിലേക്ക് 500 മീറ്റർ ദൂരമുണ്ട്. ഈ പ്രവേശന കവാടത്തിന് സമീപമാണ് ഷാജഹാൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള ഇലക്ട്രിക് വാഹന സർവീസ് ഉണ്ട് താജ്മഹലിലേക്ക്. ഇത് താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ് പോയിൻറ്റിൻ്റെ അടുത്തുള്ള ലോക്കർ റൂമാണ്. ഇവിടെ ബാഗ് വെച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഇത് താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റാണ്. ഇവിടെ കുറച്ചധികം സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമായിരുന്നു ഞങ്ങൾ താജ്മഹൽ വിസിറ്റ് ചെയ്തത്. ലോകാത്ഭുതങ്ങളിൽ 7ാമതായി അറിയപ്പെടുന്ന താജ്മഹൽ ഈ കവാടത്തിലൂടെ നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷമാവുമ്പോഴാണ് ഇത് ശരിക്കും ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണെന്ന് തോന്നിപ്പോകുന്നത്. താജ്മഹലിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് യമുന നദിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ഷാജഹാൻ ചക്രവർത്തി ഈ സ്ഥലം തിരഞ്ഞെടുത്തതിന് പിന്നിലെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. വിസിറ്റ് ചെയ്യുന്ന ദിവസവും ടൈമും കൊടുത്ത് ആധാർ കാർഡിൻ്റെയോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയോ വിവരങ്ങൾ നൽകി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. താജ്മഹലിൻ്റെ ഉദ്യാനത്തിലേക്ക് 50 രൂപയും പ്രധാന സ്മാരകത്തിനുള്ളിലേക്ക് ഒരാൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. താജ്മഹലിലെ പ്രധാന സ്മാരകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ
ഉദ്യാനത്തിലേക്ക് 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതിയാവും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ഇതാണ് താജ്മഹലിൻ്റെ പ്രധാന സ്മാരകത്തിനുള്ളിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. ഇതിനകത്താണ് ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിൻ്റെയും കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും വെളുത്ത മക്കാന മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 350 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയാണ് ഇത്രയും കൃത്യതയോടെ ഇത് നിർമ്മിച്ചതെന്ന് ഇപ്പോൾ അത്ഭുതമാണ്. താജ്മഹലിലെ ഓരോ കോണിലും ക്യാമറ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിലെ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.